ധാരണയാക്കിയതിനു ശേഷം പ്രഖ്യാപിച്ച പിന്തുണയെയും അദ്ദേഹം പിന്നീട് തള്ളിപ്പറയുകയും എസ്ഡിപിയുടെ കൂട്ട് വേണം പറയുകയും ചെയ്തു. അതുപോലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് ഇലക്ഷന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അദ്ദേഹം ഇത്തരം നിലപാട് സ്വീകരിച്ചു. ഈ നിലപാടിന്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ കേരളത്തിൽ BJP ആണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മള് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം ഗുണം ചെയ്തത് BJP-ക്കാണ്. ഒരു പഞ്ചായത്തിലാണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി BJP-യുടെ കൈകളിലേക്ക് തളികയിൽ വെച്ച് കൊടുക്കുന്ന നടപടിയായിരുന്നു അന്ന് സതീശൻ ചെയ്തത്. ഒരു കാരണവുമില്ലാതെ BJP-യെ ഒരു പഞ്ചായത്തിന് കേരളത്തിലെ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിക്കുന്നതിന് അന്ന് അദ്ദേഹത്തിന്റെ നടപടി കാരണമായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ബോധ്യമായിട്ട് പോലും ഒരു സാധ്യതയായിട്ടില്ല, അത് ബോധ്യമായിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ നടപടി BJP-ക്കാണ് ഗുണകരമായി. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയും അതിന്റെ ഗുണഭോക്താക്കൾ BJP-യാണ്. ഉദാഹരണമായി ഇപ്പൊ മഞ്ചേശ്വരത്ത് പറയുകയാണെങ്കിൽ മഞ്ചേശ്വരത്തെ എസ്ഡിപിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കാരണമായത് പൊതുസമൂഹത്തിന്റെ വലിയ സമ്മർദ്ദമായിരുന്നു. അതില് ആ പൊതുസമ്മർദ്ദത്തിൽ കേരളത്തിലെ വിവിധ മതസംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹിക നേതാക്കന്മാര്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവൻ നമ്മുടെ സാധിക്കുന്ന വിഷയാർത്ഥങ്ങൾ വരെ പാലക്കാട് മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ മത്സരിക്കരുത് എന്ന്, അങ്ങനെ മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന്റെ നേർവിപരീതമാണ് VD സതീശൻ പറയുന്നത്. ഞങ്ങൾക്ക് VD സതീശനോടും അതുപോലെ UDF-ലെ നേതാക്കന്മാരോടും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരോടും ചോദിക്കാനുള്ളത് ഇത് കോൺഗ്രസിന്റെ ഒരു പോളിസിയാണോ എന്നതാണ്. AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിലെ നേരത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരൊരാൾ, ഞാൻ മുതിർന്ന ഉദ്ദേശിക്കുന്നത് ന്യായരൂപീകരണ സമിതിയിലെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് SDPI എല്ലാവരുടെ വോട്ട് സ്വീകരിക്കും, അങ്ങനെ വോട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ VD സതീശൻ നിലനിൽക്കാൻ പറയുകയാണ് SDPIയുടെ വോട്ട് വേണ്ട എന്ന്. അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ നിലപാടിൽ AICC ജനറൽ സെക്രട്ടറിയേക്കാളും മുകളിലാണോ VD സതീശൻ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. ഒരു മുകളിലുള്ള നേതാവ് പറഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി പോലുള്ള വളരെ പ്രഗത്ഭനായ പ്രമുഖനായ ഒരു വ്യക്തി പറയുമ്പോൾ അതിനെ മറികടന്ന് അതിനെതിരായി പറയുന്നത് അത് കോൺഗ്രസിന്റെ എന്ത് സംസ്കാരമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിന്റെ കുറ്റം പറയുന്നത് VD സതീശന്റെ സംസ്കാരം. അപ്പൊ അദ്ദേഹം ഇതൊക്കെ പറയുന്നതിന്റെ താല്പര്യം വളരെ ദുരൂഹമാണ്, വളരെ ദുരൂഹമാണ്. ഞങ്ങൾക്ക് ഇതില് ആശങ്കയുള്ളത് കേരളത്തില് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഒരു മാൻഡേറ്റ് വെച്ചിട്ട് വിലയിരുത്തപ്പെടുന്നത് UDF-ന് മുൻതൂക്കമുണ്ട് എന്നാണ്. പക്ഷെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം നമുക്ക് എന്താണുള്ളത്. പക്ഷെ അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ന് വലിയ മുൻതൂക്കമുണ്ടായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കളും അവകാശപ്പെടുന്നുണ്ട്. ആ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഒരു നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ UDF വരികയാണെങ്കിൽ VD സതീശന് കേരളത്തില് മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി സ്ഥാനം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിലേക്ക് പോകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാതിരിക്കണം എങ്കിൽ കേരളത്തിൽ UDF-ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ 70 സീറ്റൊക്കെ ഒതുങ്ങി നിന്നാൽ അപ്പൊ പിന്നെ KC വേണുഗോപാലിനെ കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്ന പഠനപ്പിണക്കങ്ങൾ ഒരിക്കലും ഒരു മൂന്നാം ആള് വരാതിരിക്കാനും VD സതീശന്
മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ കഴിയുമെന്ന് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും സീറ്റ് കുറക്കാനാണ്. പ്രത്യേകിച്ചും മഞ്ചേശ്വരം അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഈ സതീശന്റെ പ്രസ്താവന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വലിയ വോട്ട് കുറയും, തോൽക്കുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രാഷ്ട്രീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ഭൂരിപക്ഷം സീറ്റ് UDF-ന് കിട്ടുമെന്ന് പറയുമ്പോഴും 21 സീറ്റുകളിലെ UDF-ന് ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 5000 വോട്ടിന് താഴെയാണ്. SDPI പോലുള്ള കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുള്ള ഇങ്ങനെയൊരു ഗതി നിർണയത്തിന് സാധ്യമായ വോട്ട് വേണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തീരെ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് അവരുടെ വിജയത്തെ കുറക്കാൻ അവർ തന്നെ താല്പര്യമെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടത്. ഇത് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു UDF ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വ്യക്തമാക്കണമെന്ന് SDPI ആവശ്യപ്പെടുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം, അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാം പറയുന്നത് എല്ലാവരും വോട്ട് വാങ്ങുമെന്നാണ്. അതിന് വിരുദ്ധമായി കേരളത്തിൽ ഒരു പ്രബലമായ ഒരു കക്ഷി CPI അത്ര എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തകന്മാരുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്, കേരള സിസ്റ്റമാണ്. ഞങ്ങൾ തീരുമാനമെടുത്താൽ തീരുമാനത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന വോട്ടർമാരും അണികളും ഞങ്ങൾക്കുണ്ട്, കേഡർമാരും അണികളും ഞങ്ങൾക്കുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് ഇന്ന് കേരളത്തിൽ പരസ്യമായി പറഞ്ഞ ഏക രാഷ്ട്രീയ സതീശനാണ്. അതൊരു ആദർശത്തിന്റെ പേരിലാണെങ്കിൽ നമുക്ക് വേറൊന്ന് മനസ്സിലാക്കുന്നത്. അത് ആദർശമല്ല എന്നതിന്റെ തെളിവ് ആ പാർട്ടികൾ തന്നെ ദേശീയ നേതാക്കന്മാർ തിരിച്ചു പറയുകയാണ്. അത് ഒരു പാർട്ടിക്ക് 2 നേതാക്കന്മാർക്ക് 2 ആദർശങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു പാർട്ടിയുടെ ഒരു പൊതു പോളിസി ഒന്നായിരിക്കണം. ആ പോളിസിക്ക് വിരുദ്ധമായാണ് ഇവിടെ സെക്ഷൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേശ്വരത്ത് പിൻവലിക്കാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ട വിവിധ സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, അതുപോലെ നേതാക്കന്മാർ, വ്യത്യസ്തമായ സാമൂഹിക നേതാക്കന്മാർ, പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മതേതര വോട്ട് ഭിന്നിച്ചു കളയരുത് ഉണ്ടാക്കിക്കണമെന്ന VD സതീശന്റെ ഈ പ്രസ്താവനയോട് ഇത്തരം നേതാക്കന്മാരും സംഘടനകളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, കേരളീയ സമൂഹത്തിന് പോലും അത് അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. SDPI 36 സീറ്റിലാണ് ഇപ്പോൾ അവസാനമായി മത്സരിക്കുന്നത്. ഞങ്ങൾ 45 നോമിനേഷൻ കൊടുത്തിരുന്നു. അതിൽ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കാരണങ്ങൾ ചെയ്ത് 36 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കാത്ത 104 സീറ്റുകളിൽ ഞങ്ങൾ ഒരു സീറ്റ് എടുക്കുമ്പോൾ എവിടെയും ഞങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു തീരുമാനവും ഞങ്ങൾ ഇന്ന് മുന്നണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ സൂചിപ്പിച്ച പോലെ അവര് പ്രഖ്യാപിക്കാൻ ഞങ്ങളുടെ മറുപടി എന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു മുന്നണിക്കും ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. കാര്യങ്ങളൊന്ന് കാണട്ടെ, ഒന്ന് അടുത്തറിയട്ടെ, സമയമുണ്ട് എന്നാണ് ഞങ്ങൾ ഇതുവരെ എല്ലാ ചാനലുകളും പറഞ്ഞത്. ഞങ്ങൾ ഔദ്യോഗികമായി SDPI ഇതിൽ വളരെ കൃത്യമായ നിലപാട് ആർക്ക് വോട്ട് ചെയ്യുന്ന നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ വോട്ട് ഇവിടെ ഇവിടുത്തെ മുന്നണികളുടെ ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു വോട്ട് ബാങ്കിനെ നിരാകരിച്ച് പറയുന്നത് എന്ത് സതുദ്ദേശമാണ് VD സതീശനുള്ളത് എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൂടെയുള്ള ഈ കേരളത്തിലെ UDF-നുള്ള സഹ കക്ഷികളും വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ആലോചിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങള് വേണ്ട എന്ന് പറഞ്ഞിട്ട് UDF-ന് വോട്ട് ചെയ്ത സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിലേക്ക് SDPI ഇനി പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. അതേസമയം കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാർ തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരു 2 രീതിയിലുള്ള സമീപനം ഇതിനെ കുറിച്ചുള്ള വ്യക്തത വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മഞ്ചേശ്വരത്ത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല.
കാരണം ഈ അവിടെ BJP-യെ പരാജയപ്പെടുത്തണം എന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യം നേരിട്ടുകൊണ്ടാണ് പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായും BJP വിജയിക്കാതിരിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലപാട് സ്വീകരിക്കേണ്ടതിലേക്കുള്ള ഒരു പഠനം. അപ്പൊ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ വിവിധ പ്രഖ്യാപനം വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അതിന്റെ ആർക്ക് വോട്ട് ചെയ്താലാണ് BJP പരാജയപ്പെടുവാനൊന്നും പഠിക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. സമയത്തും ഒരു ഇലക്ഷന്റെ ഒരു 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് പറഞ്ഞതാണ്. നിങ്ങളുടെ ഈ പിന്തുണ സ്വീകരിക്കുന്ന കാര്യത്തിൽ UDF നേതാക്കൾക്കിടെ അഭിപ്രായം കേസിക്ക് മറ്റൊരു അഭിപ്രായം പറഞ്ഞത് LDF നേതാക്കളുടെ അഭിപ്രായങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? LDF നേതാക്കൾക്ക് നിങ്ങളുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ പിന്നെ അഭിപ്രായം ഉണ്ടെന്ന് വിലയിരുത്തുന്നുണ്ടോ? നിലവിൽ അങ്ങനെ കേട്ടിട്ടില്ല. നിലവിലിപ്പോ ഔദ്യോഗികമായ തീരുമാനങ്ങൾ പത്രക്കാരിവിടെ പറഞ്ഞത് മുഖ്യമന്ത്രിയും LDF കൺവീനറും വിജയരാഘവനും ഒക്കെയാണ്. അവരുടെ ഭാഗത്തൊന്നും ഒരു ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അശ്ലീലമാണ്. അങ്ങനെ പറയുന്നത് സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയ സജീവമായി പങ്കാളിയാവുന്ന 102 സീറ്റിൽ ഇവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ബോഡികളിൽ അംഗത്വമുള്ള 2 കോർപ്പറേഷന്മാരുണ്ടല്ലോ, കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടല്ലോ, മുനിസിപ്പാലിറ്റികളുണ്ടല്ലോ, പഞ്ചായത്തുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിച്ചും ആ വ്യവസ്ഥയിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ പങ്കാളിയാവുകയും ഒക്കെ ചെയ്ത് ഭരണസംവിധാനത്തിലുള്ള ഒരു മാറ്റം ലോക്കൽ ബോർഡ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ബജറ്റ് വിഹിതത്തിൽ 3 കൊടുക്കുകയാണ്. ആ 3 ബജറ്റ് വിഹിതം കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്തുകളിലെ ഔദ്യോഗികമായ മെമ്പർമാർ ഞങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു പാർട്ടിയുടെ വോട്ട് വേണം എങ്ങനെയാണ് പറയുക? അങ്ങനെ പറയുന്നത് ഒരു അശ്ലീലമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അശ്ലീലം പറയാത്ത LDF പിന്തുണ കൊടുക്കുന്നതിൽ STBക്ക് പ്രശ്നമല്ല. പ്രശ്നമില്ലല്ലോ. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ നേരത്തെ പറഞ്ഞ LDF-ന് UDF-ന് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. LDF നൽകുന്നതിലും UDF ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ കോൺഗ്രസ് ഇവിടെ ഇപ്പൊ പറയുന്ന കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഞങ്ങളുടെ മുന്നണിയിലാണ്. DMK-യും കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം ഉള്ള മുന്നണിയിൽ തന്നെയാണ് STP-യും. ഞങ്ങളും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഈ സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഒന്ന് തന്നെയല്ലേ? വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്നല്ലേ രണ്ടും പറയുന്നത്? ഞങ്ങൾ വർഗീയ പാർട്ടി അല്ലല്ലോ. വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നത് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല. വോട്ട് വേണ്ട എന്ന് പറഞ്ഞ VD സതീശനെ പിന്തുണയ്ക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. ഇത്തവണ ഒരു മുന്നണിക്കാണ് പിന്തുണ എന്ന് പറയുന്നു. പക്ഷെ ചുരുക്കത്തിൽ LDF-നാണ് പിന്തുണ എന്ന് പറഞ്ഞാൽ പോലെ വളച്ചിലിട്ടല്ല. അതായത് KC വേണുഗോപാൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. KC വേണുഗോപാലാണ് പാർട്ടിയിലെ സീനിയർ. അദ്ദേഹം പറയുന്നത് വോട്ട് വേണമെന്നാണ്. അപ്പൊ അവരിവിടെ തീരുമാനമെടുക്കട്ടെ. അതിനാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ പൊതുസമൂഹ അഭിപ്രായം പറയുന്നത് പാർട്ടിയുടെ പൊതു പോളിസി ആയിരിക്കും. അവിടെ നിയമത്തിൽ നമ്മൾ അവിടെ പ്രാദേശിക തലങ്ങളിൽ നമ്മുടെ പ്രവർത്തകന്മാർ വളരെ ലൈവായിട്ടുള്ള പൊതുപ്രവർത്തനാണ്. അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാവരും സ്ഥാനാർത്ഥികളൊക്കെ പൊതുസമൂഹത്തിൽ ആവശ്യപ്പെടുമല്ലോ. ആ ആവശ്യപ്പെട്ട് ഞങ്ങൾ പരിഗണനപ്പെടുത്തുന്നത് അതൊരു CPM-ന്റെ ഔദ്യോഗിക ഡിമാൻഡോ അതല്ലെങ്കിൽ LDF-ന്റെ ഔദ്യോഗിക ഡിമാൻഡോ അല്ല. ആ സ്ഥാനാർത്ഥികളല്ല എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നു. പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനം നിങ്ങൾ ഉന്നയിക്കാറുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ? സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ പല കാലത്ത് STB ഉന്നയിച്ചിട്ടുണ്ട്. ചോദിച്ച ചോദ്യം ഞങ്ങള് ഒരു മുന്നണിക്ക് മാത്രമേ നൽകുമോ വ്യത്യസ്ത മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മാറി മാറി വോട്ട് ചെയ്യുന്നു എന്നതാണ് മണ്ഡലാടിസ്ഥാനത്തിൽ. അതിന് ഞങ്ങൾ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നതാണ് ദേശീയ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പൊതു നിലപാട്. അതിൽ നിന്ന് വിഭിന്നമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഇനി BJP വിജയ സാധ്യത പരിഗണിച്ച് പോകണമെന്നുള്ളതിനെ കുറിച്ചും ഡിസ്കഷൻ ഉണ്ട്. ആ ഒരൊറ്റ ആംഗിൾ മാത്രം. അല്ലാതെ ഞങ്ങൾ ഒരു പൊതു മുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആലോചന. നിയമത്തിൽ ഞാൻ നേരത്തെ ഉള്ള ആംഗിളാണ് അവിടെ തീരുമാനിച്ചത്. പാർട്ടിയുടെ അടുത്ത് ഒരു പൊതു മുന്നണിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ്. ചോദ്യം പോലീസ് നയത്തിൽ ഞങ്ങൾ പിന്നാക്കാണ്. ഒരു മുന്നണിക്ക് മുന്നണിക്ക് വോട്ട് ചെയ്യുമ്പോഴും മുന്നണിയിലെ ഘടകകക്ഷി ഞങ്ങൾ മുന്നണിയിൽ ഘടകകക്ഷി ആയിട്ടില്ല.
ഞങ്ങളൊരു കക്ഷി ആകണമെന്നാണ് ചോദിച്ചിട്ടില്ല. മുന്നണിയുടെ കക്ഷി ആദ്യമാരും പറഞ്ഞിട്ടുണ്ട്. രാജനെ രണ്ടുപേര് സെറ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിലവിലുള്ള മുന്നണികൾക്ക് തന്നെ വ്യത്യസ്തമായിട്ടാണ് പോലീസ് നയത്തിന്റെ കാര്യത്തിൽ CPIക്ക് വിഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. CPIയുടെ ദേശീയ സമിതിയുടെ അംഗം പോലും ഡി രാജ പോലും അതിന് വിഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. CPI സംസ്ഥാനങ്ങളും വിഭിന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരാ മുന്നണിയിൽ പോയിട്ടില്ല. മുന്നണിയിൽ കൂടെ തന്നെയാണ് ആ മുഖ്യമന്ത്രി കൂടെ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു അതാത് സമയത്ത് ഏതെങ്കിലും ഗവൺമെന്റിന്റെ നിലപാടിനെതിരിൽ നിലപാട് സ്വീകരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ മുന്നണി നമുക്ക് ഇതിലൂടെ ഐക്യം കൽപ്പിക്കണമെന്നില്ല. കോൺഗ്രസിന് ചില നിലപാടുകൾ നമുക്ക് യോജിക്കുന്നില്ല പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കേസ് ബൈ കേസാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു നിലപാട് എന്നത് കൊണ്ട് ആ മുന്നണിയുമായോ അല്ലെങ്കിൽ അവരുടെ നിലപാടുമായോ കാലാകാലങ്ങളിലും അസ്പൃശ്യം അതിന്റെ അർത്ഥമില്ല. UDF-നെ പിന്തുണയ്ക്കണമെങ്കിൽ VD സതീശൻ ഈ പറഞ്ഞ നിലപാട് മാറ്റണമെന്നാണ് തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ പിന്തുണ. അതങ്ങനല്ലേ, കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്. അപ്പൊ അദ്ദേഹം ഇതിന് ഔദ്യോഗികമായി ഒരു സ്ഥലത്തും അങ്ങനെ അടിപൊളിയിട്ട് മതിയാണ്, ഒരു സ്ഥലത്തും വേണ്ട. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കേരളത്തില് LDF-നെതിരെ സമരം നയിച്ച, കേരളം മൊത്തം ജാഥ നയിച്ച, കേരളത്തിലെ സമൂഹത്തിന് ഈ ഒരു പൊതു കാര്യത്തിലേക്ക് കൊണ്ടുവന്നത് VD സതീശനാണ്. പരസ്യമായി പറയണ്ടേ, അദ്ദേഹം അങ്ങനെയല്ലേ വേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും ചുരുങ്ങി STPയോട് പറയണം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ STPI പിന്തുണച്ചത് UDF-നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേതൃത്വമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു? കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുഴുവനും UDF നൽകിയെന്ന് ഇല്ല. അതായത് ലോക്സഭാ ഇലക്ഷനിൽ പൂർണ്ണമായി നമ്മൾ UDF-നാണ് തോന്നുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ UDF അല്ലാതെ കൊണ്ടിരുന്നുണ്ട്. അപ്പോ UDF-ന് മാത്രമാണ് പറഞ്ഞിട്ടില്ല. ഒരു LDF-ന് വോട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ തടസ്സമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ഇപ്പോ VD സതീശൻ പറഞ്ഞതുപോലെ LDF-ന് പല നേതാക്കളും STPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ പറയുന്ന VD സതീശൻ പറഞ്ഞത് അതേ അഷ്ടേനെ പറഞ്ഞിരുന്നു. ഒരു LDF നേതാവ് ഇതുവരെ തിരുത്തി പറഞ്ഞതായിട്ട് നമുക്ക് അറിഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് LDF-നെ പിന്തുണയ്ക്കുന്നത് അതൊരു പ്രശ്നമല്ലാതെ പോകുന്നത്? ഇന്നലെ വിജയരാഘവന്റെ പ്രസ്താവന ഞങ്ങൾ കേൾക്കുന്ന പുസ്തകം അതാണ്. കേരളത്തിലെ പൊളിറ്റിക്കൽ അംഗമാണ് അദ്ദേഹം. ഇന്നലെ റിയാസിനോട് പറഞ്ഞത് STPയുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. STPI എന്നാൽ ആരുടെ കൂടെ സ്വീകരിക്കും. പക്ഷെ STPI ഇതുവരെ ഞങ്ങൾക്ക് വോട്ട് തരുന്നത് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ വോട്ട് വേണം വേണ്ടാന്ന് ഒരു ഔദ്യോഗിക നിലപാടിലേക്ക് പോവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ഇതുവരെ LDF-ന് വോട്ട് കൊടുക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയിട്ടില്ല, അനൗദ്യോഗികമായി പറഞ്ഞിട്ടില്ല. അതെ ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ കൃത്യമായിട്ട് STPയുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വോട്ട് വേണ്ട എന്ന് LDF-ന്റെ ഒരുപാട് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേട്ടതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ്, പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം LDF നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു LDF നേതാവ് തിരുത്തി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. അല്ല, അതിന്റെ കൂടെ ഒരു വിജയരാഘവൻ തന്നെ നമ്മൾ മുമ്പ് രാഷ്ട്രീയത്തിൽ ആളുകൾ മാറി മാറി നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുതിയ നിലപാടുകൾ വരുമ്പോ പഴയ നിലപാടുകൾ അപ്രസക്തമാവും. അങ്ങനെ തന്നെയല്ലേ രാഷ്ട്രീയത്തില്. അപ്പൊ ഇപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് STPI ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. അവര് വോട്ട് വേണം, നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അത് പറയാതിടത്തോളം കാലം ഞങ്ങളുടെ നിലപാട് പറയാൻ STPയുടെ വോട്ട് വേണം, എല്ലാവരുടെ വോട്ടും അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ കേരളീയ പൊതുസമൂഹത്തോടാണ് വോട്ട് ചോദിക്കുന്നത്. ഇവിടെ എല്ലാ ആളുകളും ഉണ്ടാവും. അവരൊക്കെ വ്യക്തമായിട്ട് നിലപാട് ഞങ്ങൾ വോട്ട് ചെയ്യട്ടെ. CPM-ന്റെ അനുഭാവികളുടെ വോട്ട് മാത്രം മതി എന്ന് ഞങ്ങൾ പറയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്തെ ഇടതുപക്ഷ സ്വതന്ത്രന്മാരുടെ ചിഹ്നവും STPയുടെ സ്ഥാനാർത്ഥി ചിഹ്നവും ഒന്നാണ് കത്രിക. ഈ യാദൃശികമായിട്ടാണോ അത് അങ്ങനെ ഒരു ആലോചനയിൽ ഒന്നാണ്? എല്ലാ സ്ഥാനാർത്ഥികൾക്കും അങ്ങനെയല്ലല്ലോ. ഈ താനൂര് പിന്നെ സെമീറിന്റെ ചിഹ്നം അതല്ല.
അതുപോലെ പിന്നെ മംഗളയിലും ചിഹ്നമാണ്. 3 സ്ഥലത്തേക്ക് ഒരേ ചിഹ്നമാണ്. അത് നിങ്ങൾ പരസ്യമായിട്ട് എതിർക്കുന്ന കെ എം ഷാജിയുടെയും ഷറഫ് അലിയുടെയും അതേപോലെ മഞ്ചേരിയുടെയും ഈ കെ എം ഷാജിക്ക് SDPയോടുള്ള അതിർത്തി പരസ്യമായത് പലപ്പോഴും വന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ കെ എം ഷാജി മുമ്പ് ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് പുറകോട്ട് പോയി. അദ്ദേഹമായിരുന്നു മുമ്പ് പറഞ്ഞത് RSSനേക്കാൾ അപകടകരം CPM ആണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോ RSSനെ കുറിച്ചുള്ള അവരുടെ അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണെന്നാണ് നമ്മൾ എതിർത്തത്. പക്ഷെ അതൊക്കെ മാറിയില്ല. അദ്ദേഹം രാജ്യത്തെ ഫാസിസമായിട്ട് ഒരു പ്രതിസന്ധി എന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ് ഒരു SDPക്കാരനെ നേരിട്ട് മത്സരിക്കാൻ കിട്ടിയ സന്തോഷം ഉണ്ടെന്നാണ്. അത് സന്തോഷമുണ്ടാവും. അങ്ങനെയാണ് ചിലർക്ക് ഒരു നല്ല പിന്നെ ഒരു ഏത് സ്ഥാനാർത്ഥിയെ കിട്ടുന്നത് അത് SDPക്കാരാണെന്ന് അദ്ദേഹം തീരുമാനിച്ചതാണ്. മത്സരത്തിൽ അദ്ദേഹം നല്ല എതിരാളി കിട്ടുന്നത് പറയുന്നത് ഏതൊരു മത്സരാർത്ഥികളുടെയും താല്പര്യമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളടക്കം SDP ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ട് വേണ്ട എന്ന് തന്നെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സീറ്റിൽ നിന്നാണ്. ഈ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് അത്? ഞാൻ പറയുന്നത് നിലപാടുകൾ സാമൂഹികമായ ഓരോ അവസ്ഥയിൽ ഓരോ നിലപാടുകൾ മാറ്റി പറയും. അപ്പൊ അതിന് നമുക്ക് അതിന് സ്വാഗതം ചെയ്യണം. അത്രയേ ഉള്ളൂ. SDPക്ക് പൊതു സ്വീകാര്യതയുള്ള ഒരു മുന്നണിയെ പിന്തുണയ്ക്കുക എന്നതാണ്, അല്ല BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള മുന്നണിക്ക് വോട്ട് നൽകുക എന്നതാണ് SDPയുടെ നിലപാട്. SDPയുടെ നിലപാട് സ്വന്തം നിലക്ക് പരമാവധി വോട്ട് സമ്മാനിച്ച് ഒരു പ്രബല കക്ഷിയായിട്ട് വരിക എന്നതാണ് പ്രധാന കാര്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 36 സ്ഥലം മത്സരിക്കുന്നതും അതിനു വേണ്ടി മറ്റു പല പാർട്ടികളും മത്സരിക്കാതെ വേങ്ങരയിൽ ചെല്ലുന്ന ആർക്കാണ്? വേങ്ങരയിൽ ആർക്കാണ്? കഴിഞ്ഞ സഭ അത് രണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചോളൂ. സഭ തന്നെ സ്വതന്ത്രനായി മത്സരിച്ചതാണ്. SDP കാൻഡിഡേറ്റ് ആയിട്ടല്ല സഭ മത്സരിച്ചത്. അന്ന് ഞങ്ങൾ കേരളത്തിൽ ഒരു പൊതുവായ ചിഹ്നമുണ്ടായിരുന്നു SDPക്ക്. ആ ചിഹ്നമായിരുന്നു എല്ലാ സഭയിലും. സഭ സ്വന്തം നിലയ്ക്കുള്ള ഫുട്ബോൾ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അങ്ങനെ മത്സരിച്ചപ്പോൾ നടക്കുന്ന മത്സരമാണ്. ഇപ്പൊ അദ്ദേഹം അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വന്ന ആരാ പറഞ്ഞത്? അദ്ദേഹമാണ്. ഞാൻ സ്ഥാനാർത്ഥിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹമല്ല പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം CPM ആണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം CPM നിശ്ചയിച്ച CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച CPMന്റെ പിന്തുണക്കുന്ന LDF സ്ഥാനാർത്ഥിയാണ്. അപ്പൊ നമ്മൾ തീരുമാനം വേറൊന്നാണ്. അത് വേറെ നാട്ടിൽ കാണണം. LDFനെ കുറിച്ച് LDF സർക്കാരിനെ കുറിച്ച് നേരത്തെ താങ്കൾ പറഞ്ഞ അഭിപ്രായം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. ഒന്ന്. രണ്ടാമത്തെ, സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇല്ല. ഈ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞങ്ങളൊരു ഒരു വിരുദ്ധ വികാരമില്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം LDFന്റെ എല്ലാ തീരുമാനങ്ങളോടും LDFന്റെ ഭരണം സമ്പൂർണ്ണ വിജയമെന്നല്ല അതിനർത്ഥം. ഒരു വിരുദ്ധ വികാരമില്ല. നിങ്ങളെന്നെ പറയൂ, എന്താണ് ഇപ്പൊ കേരളീയ സമൂഹത്തിന് LDFനോട് ഒരു വിരുദ്ധ വികാരം തോന്നാനുള്ള എന്ത് പ്രശ്നമാണെന്ന് നിങ്ങളൊന്ന് പറയൂ. ഞങ്ങള് LDFനെ എതിർത്തിട്ടുണ്ട്. അവരുടെ ചില നിലപാടുകൾ ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷെ അവരുടെ ഒരു കടുത്ത LDF ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം LDFനോട് പൂർണ്ണമായി യോജിക്കുന്നു എന്നല്ല. ഒന്ന്. രണ്ടാമത്, കഴിഞ്ഞ ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ഒരു മുസ്ലിം കൺസോർഷ്യം ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. ശരി, അങ്ങനെ സാധനം ഉണ്ടായി നമുക്ക് ഫീൽഡിൽ തോന്നിയിട്ടില്ല. ഒരുപാട് ആളുകൾ തിരിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ നിന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഓരോ മണ്ഡലത്തിലും സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുന്നതാണോ തീരുമാനം? മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടെടുത്ത മോഡിയാണ് മുഖ്യമന്ത്രി പരാമർശങ്ങൾ നടത്തിയിരുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അത് അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തിന് ഓർമ്മിച്ച വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ അതിന് അങ്ങനെ ഒരു കാര്യം ഇപ്പോഴില്ല. അന്ന് പറഞ്ഞു അന്നത്തെ സാഹചര്യം. അല്ല, അദ്ദേഹം പിന്നീട് ഇപ്പൊ അങ്ങനെ നിലപാട് ഇപ്പൊ അടുത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് എടുത്ത് പറയാനില്ലല്ലോ. ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഇഷ്യൂ ബേസ്ഡല്ലേ നമ്മൾ പാർട്ടികള് കാര്യങ്ങളെ കുറിച്ച് വേങ്ങരയിൽ ഒരു പ്രശ്നം നടത്തി. അതായത് SDPയുടെ മുതിർന്ന കുറെ നേതാക്കൾ അറസ്റ്റാണ്. അവരെ ജയിൽ മോചിതരാക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് CPM ഇപ്പൊ BJPയേക്കാൾ മോഡിയുമായി സംസാരിക്കാൻ സഹായിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ഒരു ഡീലാണ് ഈ തെരഞ്ഞെടുപ്പിൽ SDPയും CPM തമ്മിലുള്ളതാണ്. എന്തുമാത്രം വിഡിത്തമാണ്. എന്തുമാത്രം 3 കൊല്ലം ഞങ്ങളെല്ലാ
അവിടെ ജയിലിൽ കിടക്കുന്ന മുഴുവൻ STP നേതാക്കന്മാരല്ല. STPയുടെ ദേശീയ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, കുറെ നേതാക്കന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ അവര് ജയിലിലായ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡീൽ ആവശ്യമുണ്ടെങ്കിൽ എത്ര അവസരങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഇപ്പോ കേരള ഭരണത്തിലൊക്കെ ഇപ്പോ നമുക്ക് തന്നെ കേരളത്തിലെ ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു, അല്ലെങ്കിൽ ഷാജി പറയുന്നു BJPയുമായി ഡീൽ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് CPM ആണ്. അങ്ങനെ ഡീൽ ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. മുമ്പ് സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ പറയുന്നതിന് ഒരു അർത്ഥമില്ല. ഞങ്ങള് പിന്നെ ഷാജിക്ക് വോട്ട് ചെയ്യാനോ പറഞ്ഞിട്ടുമില്ല. ഈ ഷാജിക്ക് വോട്ട് ചെയ്യാനോ അതല്ലേ ഇത് കഥ. ഒരു ഡീലൊക്കെ പറയുമ്പോ ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ STPI BJPയുമായി ഡീൽ ഉണ്ടാക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? ഞങ്ങൾ എത്ര 16 വർഷമായി ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞത് BJPയുടെ ഫാസിസത്തെ കുറിച്ചാണ്. ഈ ഷാജിയൊന്നും അത് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ. കാരണം BJPയേക്കാളും വലിയ ശത്രു CPM എന്നാണ് പറഞ്ഞത്. നിലപാടുകൾ അവരൊന്നൊക്കെയാണ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്നും ഇന്നും വലിയ സ്വരമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ തെരുവിലും നിയമയുദ്ധത്തിലും പിന്നെ എന്താ പറയാ ബാലറ്റ് യുദ്ധത്തിലും ഞങ്ങൾ BJPക്കെതിരെ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തവരാണ്. ഒരു വെള്ളം ചെറുത്തിനായിട്ടില്ല. ഈ പറയുന്ന ഒരു പാർട്ടിയും ഒരു വ്യക്തിയും BJPക്കെതിരെ കേരള സംസ്ഥാനത്ത് അവരെ രാഷ്ട്രീയമായി തോൽപ്പിക്കുന്നതിന് ഞങ്ങൾ കൂടെ നിന്നിട്ടില്ല. ഞങ്ങൾ ഒറ്റപ്പെട്ട് പറയട്ടെ, ഞങ്ങള് ഈ കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനൊക്കെ ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ കോഴിക്കോട് പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് BJP ജയിക്കാൻ സാധ്യതയുള്ള 11 അസംബ്ലി മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ BJP പരാജയപ്പെടാൻ താല്പര്യമുള്ള LDF UDFും പൊതുസ്ഥാനം നിർത്തുന്ന ആവശ്യപ്പെടുന്നതാണ്. അനുകൂലമായി പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഈ കേരളത്തിലെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പോലും ഞങ്ങൾ BJP പരാജയപ്പെടുത്താൻ നിലപാടെടുത്തവരാണ്. അവരതൊന്നും എടുത്തിട്ടില്ല. ഒരു രംഗത്ത് പോലും BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി കുഞ്ഞാലി സാഹിബിന് MLA സ്ഥാനം വെച്ച് MP ആയി പോയിട്ട് തിരിച്ചു പോന്നില്ലേ? ആ പരാജയങ്ങളൊക്കെ അവസാനിപ്പിച്ചില്ലേ? അപ്പൊ അവരൊന്നും ഈ രംഗത്ത് അത്തരം തരത്തിലുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല. അതിൽ ഞങ്ങൾ തന്നെയാണ് ചാമ്പ്യന്മാർ, ഞങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ മുസ്ലിം ലീഗിലെ നേതാക്കൾ ഔദ്യോഗികമായി STPയെ ബന്ധപ്പെട്ടിരുന്നു. ഫോണിലോ മറ്റോ ഔദ്യോഗികം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ലീഗ് നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം നേതാക്കന്മാരുണ്ട്. പിന്നെ എല്ലാവരും പത്രസമ്മേളനത്തിൽ കണ്ടു. സാധിക്കുന്ന തങ്ങൾ അത് നമുക്ക് ലീഗിനെ കുറിച്ച് നമ്മൾ സ്വീകരിക്കണം വേണ്ടി ലീഗ് തന്നെ പറയുന്നത് സാധിക്കുന്ന തങ്ങളാണ് അവസാന വാക്കുന്ന. വേറൊരു വാക്കുമില്ലാന്നാണ് പറയാം. അതിനോട് പറയാം. നിങ്ങൾക്ക് അറിയുന്നതല്ലേ ആ സാധിക്കുന്നത് പരസ്യമായി പറഞ്ഞില്ലേ? STP സ്ഥാനത്ത് നിയമിക്കണം ഇത് പറഞ്ഞില്ലേ? അതുപോലെ അത് ലീഗിന്റെ തന്നെ ഔദ്യോഗികമായ ആവശ്യമല്ലേ? ഇതെന്താ പിന്നെ പറയാനുള്ളത്? മായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരണം BJPയോട് പരാജയപ്പെടുന്നതിനെ കുറിച്ച് ഞങ്ങൾ എന്ന് നിലപാടെടുത്തത് നിലപാടെപ്പോഴും നിൽക്കുന്നുണ്ട്. അതിലിപ്പോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ അത് നിങ്ങൾ പഠിക്കട്ടെ. സമയമല്ലോ, കാരണം നോക്കട്ടെ, സമയമല്ലോ. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത് ഏത് വിഷയത്തിലാണ് STPയെ വിമർശിച്ചത്? വിഷയങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതിൽ ഏത് വിഷയത്തിലാണ് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ CPM LDFോ നിലപാട് മാറ്റിയത്? STPയ്ക്കാണ് വിമർശനം വരുന്നത്. ഏതാണ് വിമർശിച്ചിട്ടില്ലേ? എവിടെ ആരെങ്കിലും പറഞ്ഞില്ലല്ലോ? വിമർശനം വിമർശിച്ചിട്ടില്ലല്ലോ. ഭരിക്കാൻ പോലും മറങ്ങലാണ് STPയെ പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. ഭരിക്കാൻ പോലും മാത്രമാണുള്ളത്. ഞങ്ങൾ പറഞ്ഞത് തെറ്റ് തിരുത്തണമെന്നാണ്. തെറ്റ് തിരുത്തിയോ? തിരുത്താം, തിരുത്താത്തുണ്ടാവും. അതിലൊന്നും ഇപ്പൊ നമ്മളൊരു ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് അത് നടക്കുന്ന നിൽക്കാണ് അത് സമരം ചെയ്യുന്നത്. പക്ഷെ അത് പിന്നീട് അത് നടന്നില്ല എന്നതുകൊണ്ട് മാത്രമേ ഓരോന്നോരോന്നിന്റെ രണ്ടിപ്പാൻ സാധ്യമാവില്ലല്ലോ. എത്ര ശതമാനം വോട്ടാണ് STPക്ക് കേരളത്തിലുള്ളത്? 3% എന്നാണ് പറയുന്നത്. 3%-ലേറെ വോട്ട് ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ 5% വോട്ടുണ്ടാവും. അത് ഞങ്ങൾ കണക്കാണ്. ഒരു സംഭവം ക്ലാരിറ്റിയോട് ചോദിക്കാതെ ഈ നിയമത്ത് ഏത് സ്ഥാനാർത്ഥി അവിടുത്തെ ഈ പ്രാദേശികമായിട്ടുള്ള നേതാക്കളോടാണോ ഇതോടെ അവിടുത്തെ താങ്കൾ പറയുന്നത്? അതെ, അത് അവിടുത്തെ ഒരു ഇതാണ്. പിന്നെ അവിടെ ഇനി ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ ഞങ്ങളുടെ ഒരു പഠനം എന്ന് പറയുന്നത് BJPയും CPM തമ്മിലാണ് മത്സരം. അവരൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഇന്നലെ പറഞ്ഞ ഞാൻ പറഞ്ഞ അവിടുത്തെ പ്രാദേശികമായുള്ള ആവശ്യങ്ങളുണ്ട്. അത്
അവിടുത്തെ ആളുകൾ ആവശ്യമുണ്ട്. വി സതീശൻ പാർട്ടിക്ക് ഒരു എഴുത്ത് വന്നിട്ട് ആളുകളോട് കാണുമ്പോൾ പറയല്ലോ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചു നോക്കി അങ്ങനെ നിയമത്തെ പ്രാദേശികമായി പിന്തുണ കൊടുക്കാൻ SDP നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അല്ല അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തണല്ലോ. കാരണം അതൊക്കെ പരിഗണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം അത്തരം ഒരു കാൻഡിഡേറ്റാണ് അപ്പുറത്തുള്ളത്. അതൊക്കെ കേരളത്തില് എല്ലാവർക്കും പൊതുസമൂഹത്തിൽ ഞങ്ങൾ SDP എന്ന് പറയുന്നത് ഈ കേരള സമൂഹത്തിലുള്ള ഒരു പാർട്ടിയല്ലേ. ഇവിടുത്തെ ആളുകളൊന്നും വ്യത്യസ്തമായതല്ലോ. ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ കൂടെ നിൽക്കുകയും ആ പൊതു താല്പര്യത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. അതൊക്കെ മനസ്സിലാക്കണ്ടേ. ഈ VD സതീശൻ ഈ പറയുന്ന മാതിരി നിലപാട് മാറ്റി പറഞ്ഞാൽ യുഡിഎഫിന് പിന്തുണയ്ക്കുന്നതാണ് ആലോചിക്കുന്നത് പരിഗണിക്കും. അത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നുണ്ടോ? കോൺഗ്രസ് ചർച്ചകളില്ല, ഒരു ചർച്ചയില്ല. ഞങ്ങളുടെ വിഷയം ആരുമായി ചർച്ചയില്ല. ഈ പൊതുവിലുള്ള ഇവരൊക്കെ ഇപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഇപ്പൊ നിങ്ങളെ മീഡിയാസ് ഉണ്ട്. ഞാൻ പറയുന്നത് പൊതുസമൂഹത്തോടാണ്, പാർട്ടികളോടാണ്. അത് മീഡിയ ഒരു മീഡിയേറ്ററാണല്ലോ. എന്ന പോലെ VD സതീശന്റെ മീഡിയ വഴിയാണ് പറയുന്നത്. മീഡിയ വഴി പറയട്ടെ. വോട്ട് വെച്ച് വിലപേശുന്ന ഒരു നിലപാട് സംസ്ഥാനത്തുടനീളം SDP UDF പിന്തുണ നൽകുന്ന കാര്യം ആലോചിക്കുന്നതാണ്. പരിഗണിക്കും. പക്ഷേ LDF ഒരു മുന്നണിക്കാരും അത് BJP മത്സരിക്കുന്ന വിജയിക്കുന്ന മണ്ഡലങ്ങൾ നിലപാട് രാഷ്ട്രീയം നേരത്തെ വന്നതാണ്. മധ്യസ്ഥ ചർച്ചകളൊന്നും കൂടാതെ തന്നെ UDF പിന്തുണ കൊടുക്കേണ്ടതല്ല. അവിടെ ഒന്ന് പഠിക്കേണ്ടതില്ല. ഏത് മുന്നണിയാണ് മുന്നണി കയറി വരുന്നത്. ഇപ്പോൾ അവിടുത്തെ പശ്ചാത്തലം പല അവിടുത്തെ രാഷ്ട്രീയ മത്സരത്തിൽ എതിർപ്പുണ്ടായിരുന്നു. അത് മാറി ഒന്ന് പരിശോധിക്കണം. അവിടെ ഒരു ജനകീയ മുന്നണി രൂപപ്പെട്ടിരുന്നു. മത്സരത്തിനെതിരെ ഞാൻ തമാശകളില്ല. ആ മുന്നണിയുടെ പ്രവർത്തനം ഞങ്ങൾക്ക് പിന്തുണക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ SDP ആ ജനകീയ മുന്നണി ഐക്യമത്സരത്തിലേക്ക് രൂപപ്പെട്ട ലീഗടക്കമുള്ള ആ ഒരു മുന്നണി രൂപപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് പിന്തുണക്കാൻ പറഞ്ഞിരുന്നു. അവരുടെ പരിപാടി മാറ്റി പരിശോധിക്കുന്നുണ്ട്. അതിന്റെ തീരുമാനിക്കുള്ളൂ. ഓരോ ഇഷ്യൂ വെച്ചിട്ട് ശത്രുത വെച്ച് പുലർത്താനൊന്നും പറ്റില്ല രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് EMS പറഞ്ഞ വഴി നമുക്ക് സ്വീകരിക്കുന്നത്. ഈ വെൽഫെയർ പാർട്ടി യുഡിഎഫിനെ കഴിഞ്ഞ കാലങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അതാണോ യുഡിഎഫിനെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാനുള്ള പിന്തുണ നൽകാതിരിക്കാനുള്ള ഒരു കാരണം? വെൽഫെയർ പാർട്ടിമാരും വെൽഫെയർ പാർട്ടിയല്ലേ. അവരെ നിലപാട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? അവര് ഞങ്ങൾ ശത്രു പാർട്ടി അല്ലല്ലോ. പല സമയത്തും ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞങ്ങളും വെൽഫെയർ പാർട്ടി കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു ഹർത്താല് കേരളത്തിൽ നടത്തിയത്. വേറെ ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങളും വെൽഫെയർ പാർട്ടി മാത്രം കേരളത്തിൽ. ഞങ്ങൾക്ക് ഞങ്ങളൊരു ശത്രു അല്ലല്ലോ. അവരുമായി ചേർന്ന് നിന്ന് ഒരു ഹർത്താൽ നടത്തി വിജയിപ്പിച്ച ഒരു രാഷ്ട്രീയ ചരിത്രം കേരളത്തിലുണ്ട്. അപ്പൊ ഞങ്ങളെങ്ങനെ അവർ ശത്രുവാക്കി പറയാം? അവര് പിന്തുണച്ചുള്ളവർ തന്നെ UDFിനെ ഓരോ വിഷയാധിഷ്ഠിതല്ലേ. ഞങ്ങളെ ഞങ്ങളുടെ നിലപാടുകൾ ആര് എതിർത്താലും അക്രമം തിരിച്ചെടുക്കും. ഞങ്ങൾ ആര് എതിർക്കുന്നത് അനുഭവിക്കുന്നു അവരുടെ പൊളിറ്റിക്സ് എങ്ങനെയല്ലേ. ശിവൻകുട്ടി SDP പിന്തുണ നേടിയെന്ന് താങ്കൾ പറഞ്ഞു. പ്രാദേശികമായ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചത് കൊണ്ട് മാത്രമല്ല, ആ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള അവിടുത്തെ വിഷയങ്ങളെ പഠിച്ചിട്ടാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDF ഏതെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? അതിൽ VD സതീശൻ പങ്കെടുത്തിട്ടുണ്ടോ? അല്ല, അത് അന്ന് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ ചർച്ചയിലപ്പുറത്തേക്ക് ഡിമാൻഡാണ്, ആവശ്യമാണ്. ഇതിപ്പോ മഞ്ചേശ്വരത്ത് SDP അവിടെ സ്ഥാനത്ത് പിൻവലിക്കുന്നതാണ് നല്ലത്. മതേതര വോട്ട് പിരിച്ചു പോകരുത് എന്ന് സാധികരി ശാസ്ത്രങ്ങൾ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, ഒരു പബ്ലിക് റിക്വസ്റ്റാണ്. എന്ന പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ആ പാർട്ടി ഇന്ത്യ മുന്നണിയാണ് BJPക്കെതിരെ, മാർക്സിസ്റ്റ് മുന്നണിക്കെതിരെയുള്ള രാജ്യത്തെ പൊതുവായ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന് ആ ഇന്ത്യ മുന്നണിയുടെ ഞങ്ങളുടെ ഭാഗത്തുള്ള CPM. പക്ഷെ ആ ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന ഒരു പൊതു ഡിമാൻഡാണ്. അതൊരു വാർത്താ മാധ്യമങ്ങളിലൂടെ അല്ലാതെ കുറച്ച് പഠനത്തിൽ ഇല്ലാതെ ചർച്ച നടന്നിട്ടില്ല.
അങ്ങനെ ഒരു സത്യ ചർച്ച പോലും നടന്നിട്ടില്ല. ഇപ്പൊ മഞ്ചേശ്വരത്ത് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി നിർത്തി. എന്തുകൊണ്ട് നേമത്തെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ? BJP-യെ തോൽപ്പിക്കാനല്ല മഞ്ചേശ്വരം സ്ഥാനാർത്ഥി. മഞ്ചേശ്വരത്തെ ഈ ഇവിടുത്തെ മുന്നണികളുടെയും സംഘടനകളുടെയും ഒക്കെ പിന്നെ BJP വിരുദ്ധത ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥി നടത്തിയത്. ആദ്യം വിളിച്ചിട്ടുണ്ട്. ഫൈനൽ നിലപാടിലേക്ക് എത്തിയില്ല. അതായത് അല്ലാതെ എത്തിയിട്ടില്ല. ഞാനതിനെ പറഞ്ഞു എത്തിയിട്ടില്ല. SDPI പരസ്യമായ പ്രഖ്യാപനത്തിലേക്ക് വരും. ആലോചിക്കട്ടെ. IGP മുന്നണികളൊക്കെ നിലപാടൊന്നും വ്യക്തത വെച്ചത്. അപ്പൊ ആയി വരുന്നുള്ളൂ. ഞങ്ങൾ 36 സീറ്റ് മത്സരിക്കുന്നു. അത് വിജയിക്കാനുള്ള കഠിന പോരാട്ടം വിജയിക്കാൻ പരമാവധി കൊണ്ട് വെറുതെ പറഞ്ഞില്ല. കഴിഞ്ഞ കുറേ ദിവസം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി അത് നിഷേധിക്കുന്നില്ല. വർഗീയ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് തിരുത്താനോ പിന്നെ അതിന് അങ്ങനെ അന്വേഷിക്കുന്നോ ചെയ്ത് പറഞ്ഞ SDPI നിലവിൽ LDF-ന് പിന്തുണ നൽകുന്ന അനുമാനിക്കാൻ കഴിയും. അവസാനം സംബന്ധിച്ചിടത്തോളം BJP-യെ തോൽപ്പിക്കാന്നുള്ളതാണ് എന്താ പറയാ, അതാണ് ഏറ്റവും വലിയ. അങ്ങനല്ല, ചില BJP തോൽപ്പിക്കാൻ തോൽപ്പിക്കണം. BJP തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പാർട്ടികൾ SDPI ഇവിടെ അധികാരത്തിൽ വരാനും ജനപ്രതിനിധിയുടെ മുന്നണിയിലാണ് ഇവിടുത്തെ നിയമസഭയിലും പാർലമെന്റിലും പ്രായത്തിലുണ്ടാകുന്ന SDPI ഉണ്ട്. UDF-ന്റെ ഒരു ആരോപണമുണ്ട്. ചില മണ്ഡലങ്ങളിൽ BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി CPM-ആയിട്ട് ഡീലുണ്ട്. സതീശനാണ് ചെയ്യുന്നത്. അതിപ്പോ VD സതീശനാണ് ചെയ്യുന്നത്. പിന്നെ ചില BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി VD സതീശനാണ് നിലപാടെടുത്തത്. ഈ സതീഷിനെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ സതീഷ് നിലപാടുള്ള ആളാണെന്ന് സതീഷ് നല്ല രീതിയിൽ കാർ നയിച്ചെന്നൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞു. നിലപാടിലാണെന്ന് പറഞ്ഞില്ല. അത് നിലപാടെന്ന് പറയുമ്പോൾ വേറൊന്നാണ്. VD സതീശനാണ് കേരളത്തിലെ UDF-ന് വേണ്ടി പിന്നെ ജനങ്ങളുടെ സമ്മാനിക്കാനും മൊബിലൈസ് ചെയ്യാനും വേണ്ടി മുന്നിട്ടിറങ്ങിയ ആൾ എന്നാണ് പറയുന്നത്. നിലപാടെന്ന് പറഞ്ഞാൽ നല്ല നിലപാടെന്നുള്ളത് ശ്രദ്ധിക്കാൻ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള പറയാം. ഒരു വാസനകൾ നല്ല വാസന ഉദ്ദേശിച്ചത് എന്നപ്പോ അത് എന്ന് പറയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ നിലപാട് തെറ്റാണെന്നാണ് പറയുന്നത്. നിലപാട് തെറ്റാണെന്നാണ് CPM തിരിച്ചു പറയുന്നത്. ആ പറയുന്നതിന് ആക്കം കൂട്ടുകയാണ് സതീശൻ പ്രസ്താവന. മനസ്സിലാക്കുന്നത് അതായത് ഇത് രണ്ടു കൂട്ടർ അങ്ങോട്ടും കൂടെ എപ്പോഴും പറയുന്നതാണ്. BJP ലീഡുണ്ട് എന്ന് CPM-നെ കുറിച്ച് പിന്നെ കോൺഗ്രസ് പറയാറുണ്ട്. കോൺഗ്രസിനെ കുറിച്ച് പിന്നെ CPM പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെ വിശ്വ ഐക്യവേദി ഉണ്ടല്ലോ, ആർമി ബാബു, അദ്ദേഹം പറഞ്ഞത് 2 പ്രാവശ്യം VD സതീശൻ RSS-ന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ VD സതീശൻ അങ്ങനെ പാരമ്പര്യമുണ്ട്. അല്ലല്ല, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. പിണറായിക്ക് എത്ര ആരോപണമില്ലേ? പിണറായി RSS-ന്റെ വോട്ട് വാങ്ങിച്ചു ജനസംഘവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ ഞാനിപ്പോ VD സതീശനെ പാലാർ പുസ്തകത്തിൽ പോലെ എഴുതിയിട്ടുണ്ട്. അതല്ലേ ചരിത്രം. പറയലേ ഉള്ളൂ. പറയല്ല. VD സതീശനും പിന്നെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഗോൾ മാർക്കറ്റ് ചിത്രത്തിന് മുമ്പിൽ പിന്നെ നിലവിളക്ക് കൊടുക്കാൻ പോയ മനുഷ്യനല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ പിണറായി പോയതായി എനിക്കറിയില്ല. പക്ഷെ ഇദ്ദേഹം പോയിട്ടുണ്ടല്ലോ. നമ്മൾ ചില സംഗതികളെ വിലയിരുത്തുമ്പോ വസ്തുനിഷ്ഠമായിട്ടുള്ള വിലയിരുത്തുന്നത് പ്രതിരോധിക്കാനുള്ള ഏറ്റെടുത്തോ? CPM-നെ പ്രതിരോധിക്കുന്ന ഉത്തരവാദിത്വം ഉത്തരവാദിത്തമേ ഇല്ല. താങ്ക് യു.